നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഗ്യാസും കുറ്റി കിട്ടണില്ല, ഗ്യാസിന് വില കൂടി എന്നുള്ള ചർച്ച മാത്രമേ ഉള്ളൂ. ഈ യുദ്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരാൻ പോണ ഭവിഷ്യത്തുകളെ കുറിച്ച് ഇപ്പോഴും ആർക്കും ഒരു ബോധ്യമില്ല. ഈ ജോബ് വേക്കൻസിയുമായിട്ട് സോഷ്യലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ ജോലി പോയവരുടെ, സാലറി പകുതിയാക്കിയവരുടെ, നല്ലൊരു ജോലിയിലിരിക്കെ അതിലും നല്ലൊരു ജോലി കാണുമ്പോൾ അതിലേക്ക് മാറാൻ നോക്കിയിട്ട് അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയിൽ പെട്ട കുറേ പേര്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് പ്രവാസികൾ പണം കായ്ക്കുന്ന മരമാണ്. ആ പണം കായ്ക്കുന്ന മരത്തിൻ്റെ അടിവേരാണ് പിളകിക്കൊണ്ടിരിക്കുന്നത്. അതാർക്കും ഒരു ബോധ്യം വന്നിട്ടില്ല. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊന്നും നമ്മുടെ രാഷ്ട്രീയക്കാരൊന്നും നമ്മളെ കാര്യമായി അറിയിക്കാത്തത്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ അവരുടെ സ്വഭാവം ശരിക്ക് കാണിക്കും. ഇനി വരാൻ പോണ മാസങ്ങളിലൊക്കെ പ്രവാസികളുടെ ഒരു ഒഴുക്കായിരിക്കും നാട്ടിലേക്ക്. ഞാൻ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നതല്ല. നമ്മൾ ഏത് പ്രതിസന്ധിയും നേരിട്ടവരാണ് നമ്മളെല്ലാവരും. ഇനി വരാൻ പോകുന്ന നമ്മുടെ ഈ പ്രതിസന്ധി മുൻകരുതലോടുകൂടി നേരിടാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എൻ്റെ